ഉണ്ടോ ഭാരം വൈഷമ്യം തുമ്പങ്ങളും അസംഖ്യം രക്ഷാകരമല്ലോ സംഗീതം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 31 സങ്കീർത്തനം 10 വാക്യം. എൻ്റെ ആയുസ് ദുഃഖം കൊണ്ടും എൻ്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു. എൻ്റെ അകൃത്യ നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു. സങ്കീർത്തനക്കാരൻ്റെ പാപവും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ നിമിത്തം ആഴത്തിലുള്ള ദുരിതവും ശാരീരികവും ആത്മീയവുമായ ബലഹീനതകളും ജീവിതത്തിൽ അനുഭവിക്കുന്നു. തൻ്റെ ജീവിതം വേദന കൊണ്ടും എൻ്റെ വർഷങ്ങൾ ഞെരുക്കം കൊണ്ടും ക്ഷയിച്ചു പോകുന്നു. എൻ്റെ ശക്തി എൻ്റെ കഷ്ടത കൊണ്ട് ക്ഷയിച്ച് ദുർബലമായിരിക്കുന്നു എന്നാണ് ദാവീദ് വിലപിക്കുന്നത്. സ്വന്തം പാപങ്ങളാലും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളാലും ആഴത്തിൽ ബാധിക്കപ്പെട്ട ഒരുവൻ്റെ ചിത്രം ഈ വാക്യം വരച്ചു കാട്ടുന്നുണ്ട്. ഇത് ആത്മീയവും ശാരീരികവുമായ ദുർബലാവസ്ഥയിലേക്കും നയിക്കും. പ്രിയ സ്നേഹിതരെ, നാം ചെയ്യുന്ന പാപത്തിൻ്റെ ഫലമായി നാം ശാരീരികമായും ആത്മീയമായും ദുർബലരായിത്തീരാം എന്ന ബോധ്യതയിൽ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞ് ഈ നാളുകളിൽ നമുക്ക് ജീവിക്കാം. കാൽവറിയിൽ ഒഴുക്കിയ രക്തത്താൽ മാത്രമേ പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുകയുള്ളൂ. യേശുവിൻ്റെ രക്തത്താൽ യഥാർത്ഥ പാപമോചനം ലഭിക്കുവാൻ നമ്മുടെ കുറവുകളെ കണ്ടെത്തി അവൻ്റെ മുൻപാകെ നമ്മുടെ പാപങ്ങളെ നമുക്ക് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, പാപം നിറഞ്ഞ ലോകത്തിൽ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കുവാനുള്ള കൃപ ഈ നാളുകളിൽ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.